ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിനെ അതിക്രമിച്ചുവെന്ന CPMന്റെ കള്ളനാടകം പൊളിഞ്ഞു വീണതിന്റെ ജാള്യതയിലാണ് ഇപ്പോൾ ഇടതുപക്ഷം നിൽക്കുന്നത്. എന്നാൽ അവരുടെ അതിക്രമത്തിന് മാത്രം ഒരു കുറവുമില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയുടെ ഫ്ലക്സ് ബോർഡുകൾ അടക്കം നശിപ്പിച്ചാണ് CPM കലിപ്പ് തീർക്കുന്നത്. അടിക്ക് തിരിച്ചടി എന്ന ലൈനിൽ നിൽക്കുകയാണ് CPM. എന്നാൽ തിരിച്ചടിക്ക് തിരിച്ചടി എന്ന നിലപാട് തന്നെ തുടരാമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചതോടെ CPMന്റെ ഉറക്കം നഷ്ടമായി കഴിഞ്ഞു. അതേസമയം വിഷയത്തിൽ സ്പീക്കർ AN ഷംസീർ നാടകം കളിച്ചുവെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ എല്ലാം മന്ത്രി വീണയുടെ തലയിലിട്ട് കൈകഴുകിയിരിക്കുകയാണ് AN ഷംസീർ. വീണയെ അതിക്രമിക്കുന്നത് താൻ കണ്ടില്ലെന്ന് സ്പീക്കർ ഷംസീർ അടിവരയിട്ട് പറയുമ്പോൾ നാറി നാണം കെടുകയാണ് വീണ ജോർജ്. മന്ത്രി വീണ ജോർജ് അവശനിലയിലാണെന്ന് കണ്ടപ്പോൾ തോന്നി. സഹപ്രവർത്തക എന്ന നിലയിലുള്ള സഹായം മാത്രമാണ് ചെയ്തത്. KSU വിദ്യാർത്ഥികൾ അവരെ ആക്രമിക്കുന്നത് കണ്ടില്ല. ആരെയും ആക്രമിക്കാനോ അക്രമ രാഷ്ട്രീയത്തിനോ തനിക്ക് താല്പര്യമില്ല. മന്ത്രിമാരെ ശാരീരികമായി അതിക്രമിക്കുന്നതിനോട് യോജിപ്പില്ല. അതുപോലെ തിരിച്ച് ബോംബെറിയുന്ന നിലപാടിനോടും യോജിപ്പില്ല. KSU പ്രവർത്തകന്റെ വീട് CPM ബോംബെറിഞ്ഞതിനെ തള്ളുന്ന നിലപാടാണ് സ്പീക്കറിൽ നിന്നുണ്ടായത്. എന്തായാലും വീണയെ KSUക്കാർ ഒന്നും ചെയ്തില്ലെന്ന് പരോക്ഷമായി സ്പീക്കർ പറയുമ്പോൾ ഇനി എങ്ങനെ ഈ നാണക്കേടിൽ നിന്ന് തലയോരുമെന്ന ചിന്ത CPMനെ വലയ്ക്കുന്നുണ്ട്. എന്തായാലും സ്പീക്കർ കൈ കഴുകിയതോടെ ആശുപത്രിവാസമൊന്നും വേണ്ട എന്ന നിലപാടിലാണ് ആരോഗ്യമന്ത്രി നിൽക്കുന്നത്. നേരെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് പോയ മന്ത്രി വീണ 2 ആഴ്ച അവിടെ ഒളിച്ചു നിൽക്കാമെന്നും കരുതുന്നുണ്ട്. സ്പീക്കർ മന്ത്രി വീണയെ തള്ളിപ്പറയുന്നതിന്റെ വീഡിയോ ചേർക്കുന്നുണ്ട്, കണ്ടു. ഒരു സഭാനാഥൻ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം എന്താണ്? എന്റെ സഭയിൽ ഒരു അംഗം അവശയായി വന്നാൽ ഉടൻ തന്നെ ട്രെയിൻ കയറി പോകാനുള്ള മനുഷ്യത്വമില്ലായ്മ എനിക്കില്ല. ഏറ്റവും ഉയർന്ന ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ടിന്റെ ഭാഗമായി ഞാൻ ചെയ്ത കാര്യം ഉടൻ തന്നെ അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ്. ആ ദൗത്യം ഞാൻ നിർവഹിച്ചു. അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അവരവശ്യമായി നിന്നു എന്നുള്ള കാര്യം വളരെ ക്ലിയറാണ്. അവരവിടെ നടക്കാൻ പറ്റാത്ത, സംസാരിക്കാൻ പറ്റാത്ത പശ്ചാത്തലത്തിൽ എന്നാൽ ശരി എന്ന് പറഞ്ഞ് കൈവീശി പോകാൻ മാത്രം ക്രൂരമായ മനസ്സിന്റെ ഉടമയല്ല ഞാൻ എന്നിൽ അർപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം നിർവഹിച്ചു. അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങൾ നീക്കി. ഇതാണ് ഞാൻ ചെയ്തത്. മറ്റ് സ്വാഭാവികം പൊളിറ്റിക്കൽ എലിഗേഷൻസ് ആണ് സ്പീക്കർക്കെതിരെയുള്ളത്. അതിന് അതേ രീതിയിൽ റിപ്ലൈ പറയണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മാർച്ച് മാസം 2nd വീക്ക് പറയാം. ഇപ്പം എനിക്ക് പറ്റില്ല. ഓക്കെ, അത് നിങ്ങളെപ്പോലെ കണ്ടിട്ടുള്ളതാണ്. ഞാൻ വയലൻസിനും ഞങ്ങൾ ആരും പിന്തുണക്കുന്നില്ല. ഒരു തരത്തിലുള്ള വയലൻസും. മന്ത്രിമാരെയും ആക്രമിക്കാൻ പാടില്ല, ഒപ്പം സമരത്തിൽ പങ്കെടുത്ത ആളുടെ വീടും ആക്രമിക്കാൻ പാടില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, മന്ത്രിമാരെയും ആക്രമിക്കുന്ന രീതി അപലപനീയമാണ്. അക്രമം ആര് നടത്തിയാലും തെറ്റാണ്. താങ്കൾ ഡിവൈഎഫ്ഐ പ്രവർത്തനയെ അധപ്പതിച്ചെന്നാണ് മുരളീധരന്റെ പരാമർശം. ഞാൻ പറഞ്ഞല്ലോ, മുരളീധരൻ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഓരോ ഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ആർക്കൈവ്സിലുണ്ട്. നിങ്ങൾ അതൊന്നെടുത്ത് പ്ലേ ചെയ്യിക്ക്. അദ്ദേഹത്തിന്റെ പരാമർശങ്ങളൊക്കെ അത്രമാത്രമേ ജനങ്ങൾ കാണുന്നുള്ളൂ. അദ്ദേഹം വളരെ പെട്ടെന്നായി ഔട്ട്ബേസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. പലപ്പോഴും വെർബലായി പല രീതിയിൽ പല അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയും ആക്ഷേപിക്കും ഞാൻ കണക്കാക്കുന്നുള്ളൂ.